നായ്ക്കളെ വളർത്തുന്നവർ നിർബന്ധമായും ഇനി ലൈസൻസ് എടുത്തിരിക്കണം. തെരുവുകളിൽ നായ്ക്കളുടെ എണ്ണം പെരുകുന്നതും ദിനംപ്രതി നിരവധി പേർക്ക് കടിയേറ്റ് പേവിഷബാധയുണ്ടാകുന്നതും സംസ്ഥാനത്തെ നീറുന്ന പ്രശ്നമായി കാലങ്ങളായി തുടരവെയാണ് സർക്കാരിന്റെ ഇങ്ങനെ ഒരു തീരുമാനം. നിലവിൽ നായ്ക്കളെ വളർത്താൻ ലൈസൻസ് വേണം. എന്നാൽ ഭൂരിപക്ഷം പേരും ലൈസൻസ് ഒന്നുമില്ലാതെയാണ് നായ്ക്കളെ വളർത്തുന്നത്. നായ്ക്കൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നതോടെ പലരും ഇതിനെ ദൂരെ ഏതെങ്കിലും ഇടങ്ങളിൽ രാത്രിയുടെ മറവിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ് പതിവ്. ഫലമോ ആ നാട്ടുകാർക്ക് ശല്യമാകുന്നു. വളർന്നു വരുന്ന ഇവ വൻ ഭീഷണിയുമായി മാറുന്നു. ഒരു വീട്ടിൽ ലൈസൻസോടെ 2 നായ്ക്കളെ വളർത്താം. നായ്ക്കൾക്ക് കൃത്യമായ വാക്സിനേഷൻ, വന്ധ്യംകരണം എന്നിവ നിയമം അനുശാസിക്കും വിധം അതാത് കാലയളവിൽ ചെയ്യണം. കുത്തിവയ്പ്പെടുത്ത നായ്ക്കൾക്ക് മൈക്രോചിപ്പ് ഘടിപ്പിക്കും. ഇവയെ മാത്രമേ ലൈസൻസോടെ വളർത്താനാകൂ. 2ൽ കൂടുതൽ നായ്ക്കളെ വളർത്തുന്നവർ ബ്രീഡേഴ്സ് ലൈസൻസ് എടുക്കണം. നായ്ക്കളുടെ പ്രജനനത്തിന് ശേഷം അവയെ കൃത്യസമയത്ത് വിൽക്കാൻ കഴിയാതെ വരുമ്പോൾ തെരുവിൽ ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മൈക്രോചിപ്പ് ഘടിപ്പിച്ചാൽ നായ്ക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്നവരെ എളുപ്പം കണ്ടെത്താനാകും. നായയുടെ പേര്, ഇനം, ഉടമസ്ഥന്റെ പേര്, വിലാസം എന്നിവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡേറ്റാബേസുമായി ബന്ധിപ്പിക്കും. നായ്ക്കളുടെ തോൾഭാഗത്ത് പ്രത്യേക ഉപകരണം വഴിയാണ് ചിപ്പ് ഘടിപ്പിക്കുക. ഇതിന് ഫീസ് ഏർപ്പെടുത്തും. ലൈസൻസ് കെ-സ്മാർട്ട് ആപ്പിലൂടെയായിരിക്കും ലഭ്യമാവുക. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. 35 വർഷത്തെ സുവർണ പാരമ്പര്യം. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ. ഡിഫറെന്റ് ബൈ ഡിസൈൻസ്. നിങ്ങളെ പോലെ സ്പെഷ്യൽ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. 3 ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹണിമൂൺ ട്രിപ്പും സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ. സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കൂ. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻസ്. സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും.